ഇനി നമ്മൾ വിശദമായ വാർത്തയിലേക്കാണ് കടക്കുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ തുടർന്ന പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടർന്നത് തുടർച്ചയായ 9ാം നാൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലാകും അന്വേഷണം. പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ സാധ്യത. വിവരങ്ങൾ ഫൈസൽ അസീസ് ആണ് നൽകുന്നത്. ഫൈസൽ, എന്തായാലും 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുകാരുടെ കയ്യെത്താ ദൂരത്ത് തന്നെയാണ് തുടരുന്നത്. ഒരു നാടകമെന്ന രീതിയിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 9ാം ദിവസം രാഹുലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ രാഹുൽ മായാജാലകമായി മറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും എന്നൊരു സൂചന കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ഫൈസൽ? ഇന്ന് തന്നെ രാഹുലിനെ പിടികൂടാൻ കഴിയുമോ? രേണുക, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, അതായത് ഈ ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് തുടർച്ചയായ 9ാം നാളും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ്. അതായത് ഈ പാലക്കാട് ഈ പരാതി നൽകിയതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അതിന് തൊട്ട് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ കടന്നു കളഞ്ഞത്, അതായത് മുങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും. CCTV ഇല്ലാത്ത ഭാഗത്തു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ മുങ്ങിയത് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പറയുന്നത്. അതായത് പാലക്കാട് നിന്നും കോയമ്പത്തൂരേക്ക് പോകുന്നു, കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്നു, പൊള്ളാച്ചിയിൽ നിന്ന് നേരെ ബേഗൂർ എന്ന സ്ഥലത്തേക്ക് പോകുന്നു. കർണാടക തമിഴ്നാട് അതിർത്തിയാണ്. അവിടുന്ന് ബംഗളൂരുവിൽ നിന്ന് സുള്ളി എത്തി എന്നുള്ളൊരു വിവരം കൂടി ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ഹൗസ്ദുർഗ് കോടതി പരിസരത്ത് കീഴടങ്ങും എന്നുള്ളൊരു സൂചന ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇന്നലെ രാവിലെ 10 മണി മുതൽ തന്നെ അവിടെ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു. തുടർന്ന് കോടതി പിരിയും വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും ജഡ്ജ് എന്നാൽ കീഴടങ്ങിയേക്കും എന്നുള്ള സൂചന കൂടി ലഭിച്ചതിനാലാണ് അവിടെ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഇതുവരെയും കോടതിയിൽ ഹാജരായിട്ടില്ല, കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരായിട്ടില്ല. എന്നാൽ ഇപ്പോൾ സുള്ളിയിലുണ്ടോ എന്നുള്ള വിവരവും അഭ്യൂഹം മാത്രമാണ്. എല്ലാം അഭ്യൂഹം മാത്രമാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സിനിമാ കഥയെ വെല്ലുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുന്നത് എന്നൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഏതായാലും രണ്ടാം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴിയും ആ യുവതിയുടെ മൊഴി ഉടൻ എടുത്തേക്കുമെന്നാണ് സൂചന. അതായത് ഈ കേസിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുന്നത്. ഈ കേസിൽ വനിതാ IPS ഓഫീസറാണ് നേതൃത്വം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ യുവതിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി ഒരു റിസോർട്ട് എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ ഹോം സ്റ്റേ എന്ന് തോന്നിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. കാറിൽ കയറ്റിയാണ് കൊണ്ടുപോയത്. ഈ കാർ ഓടിച്ചത് ഫെന്നി നൈനാൻ. ഈ ഫെന്നി നൈനാൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അതിനുശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി മുറിവേൽപ്പിച്ചു എന്നൊക്കെ രീതിയിലുള്ള ഒരു FIR ആണ്, യുവതിയുടെ മൊഴിപ്രകാരമുള്ള FIR ആണ് പോലീസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം കൂടി തള്ളിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്നുൾപ്പെടെ പുറത്താക്കിയ ഒരു സാഹചര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കീഴടങ്ങുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാഹുലിൻ്റെ അഭിഭാഷകർ. ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം ഹർജി കൂടി ഇന്ന് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി തീർന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ഈ കോടതിയെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. അതുപോലെ സന്ദീപ് വാര്യരുടെയും KPCC ജനറൽ സെക്രട്ടറിയായ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജി കൂടി പരിഗണിക്കും. രണ്ടും സമാനമായ കേസാണ്. അതിജീവിയുടെ പേര് വെളിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേസിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ കേസും കൂടി ഇന്ന് കോടതി പരിഗണിക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു സമ്മർദ്ദമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കീഴടങ്ങുമെന്നാണ് കരുതുന്നത്, എന്നാൽ ഇതുവരെയും കീഴടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ പിടികൂടാനുള്ള എല്ലാ ശ്രമവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ
എത്തിപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് പോലീസ് എത്തുമ്പോഴേക്ക് അവിടുന്ന് മുങ്ങുന്നൊരു സാഹചര്യം. അതിനർത്ഥം പോലീസിൻ്റെ ഭാഗത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്, മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതും കൂടി SIT പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെ പിടികൂടാനായിട്ട് അതിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. രേണുക. അതുതന്നെയാണ് ഫൈസൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനായി വലവിരിച്ച് കാത്തിരിക്കുകയാണ് പോലീസ് സന്നാഹം എന്ന് വേണം പറയാൻ. എന്തായാലും രണ്ടാമത്തെ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കൽ നടപടിയിലേക്കും കടക്കും. വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ഈ കേസിന് നേതൃത്വം നൽകുക. എന്തായാലും പരാതിക്കാരുടെ കൂടുതൽ മൊഴിയെടുക്കൽ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനൊക്കെ തന്നെയാണ് ഇപ്പോൾ പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ തുടർന്ന പാലക്കാട് MLA ഇത് 9ാം ദിവസമാണ് തുടർച്ചയായും ഒളിവിൽ തന്നെ തുടരുന്നത്. മുൻകൂർ ജാമ്യത്തിനായി ഒരുപക്ഷെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്നൊരു സൂചന കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അന്വേഷണം സംഘം വിപുലമായ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ഈ കേസിന് നേതൃത്വം നൽകുക, അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുക. പരാതിക്കാരുടെ മൊഴിയെടുക്കൽ സാധ്യതകളിലേക്കും കടക്കുന്നുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് ഫൈസൽ അസീസാണ്.